ആന്റിമാർക്കൊക്കെ ആണെങ്കിൽ 5 നായിമാരെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഡിക്കി സ്പേസ്. ഇതൊക്കെ വളരെ റയർ കാഴ്ചകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മഞ്ചല് കാണുന്നുട്ടോ. മഞ്ചലല്ല, പല്ലക്ക് അല്ലേ? പല്ലക്ക്. എനിക്ക് തോന്നി, ഞാൻ ചോദിക്കാറുണ്ട് എന്തിനാടാ ഇങ്ങനെ നീ ഇതൊക്കെ വാങ്ങിച്ചു വെറുതെ ഇങ്ങനെ പൈസ കളയുന്നേ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പറയുന്ന മമ്മി ഒരിക്കൽ തിരിച്ചിത് പറയും. എന്നോട് പറഞ്ഞു. അതാ ഞാനിപ്പോ പറയാൻ വന്നേ. ഒരാള് ഈ വീട്ടിലോട്ട് കയറി വരുമ്പോ എന്തായാലും ഞെട്ടും എന്നുള്ളതിന് സംശയമില്ല. ലാലേട്ടന്റെ ഒരു ചെരുവൊക്കെ ഞാൻ വരുമ്പോഴും പറഞ്ഞു ഒരു ചെരുവുണ്ട് അല്ലേ? ഹായ്, കമോൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആലപ്പുഴയാണുള്ളത്. ആലപ്പുഴ കണ്ണമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ മാവേലിക്കര കണ്ണമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള. നമ്മൾ എറണാകുളത്ത് വന്നായിരുന്നു 24 ന്യൂസിന്റെ അവാർഡൊക്കെ മേടിച്ചു. ഇത് ഷനോജ് സാറും ഡോണ ചേച്ചി സാറ് ഞങ്ങളെ PG പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മാഷായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയി. പിന്നെ ഇവരുടെ വീട്ടിലെ സ്ഥിരം കുട്ടികളായിരുന്നു ഞങ്ങള്. ഇപ്പോഴും എറണാകുളത്ത് വന്നു. 2 ദിവസമായിട്ട് അവിടെ ഉണ്ട്. അവാർഡൊക്കെ മേടിച്ച് തകർത്തിരിക്കുകയാണ്. അഭിമാനിക്കും രണ്ട് പിള്ളേരൊക്കെ. അതെ അതെ, രണ്ട് വാക്ക് പൊന്തിച്ച് പറയും. 2 വാക്ക്. സച്ചിൻ വളരെ അവാർഡ് കിട്ടേണ്ട ഒരാളായിരുന്നു. എന്താ അവാർഡ് കിട്ടാത്തത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് ഡോണ ചേച്ചി, ഇത് സ്റ്റീവൂട്ടൻ, ഇത് ദേവൂട്ടൻ. ഓക്കെ, നമ്മൾ ഇവിടെ വന്നതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടുണ്ടല്ലോ, ഈ വീട് ഒരു സാധാരണ വീടല്ല. ഭയങ്കര കണ്ണമംഗലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഒരു സ്പെഷ്യൽ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. നമ്മുടെ അവാർഡ് ഫംഗ്ഷന് വേണ്ടി വന്നപ്പോഴേക്കും നമുക്കൊരു മെസ്സേജ് കിട്ടി. മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് കിട്ടി ഫ്രം ധന്യ രഞ്ജിത്ത്, നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വളരെ റെയർ ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ കണ്ണു തള്ളി. ഒരു അടിപൊളി കളക്ഷൻ കാണിച്ചു തരാൻ, വെറൈറ്റിയുടെ കളക്ഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കണ്ണമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഏകദേശം ഒരു 10-30ഓളം വിൻറ്റേജ് കാറുകളുള്ള ഒരു സ്ഥലമാണത് അല്ലേ? ഒരാളുടെ കളക്ഷനാണ്, ഒരാളുടെ ഹോബിയാണ്. നമുക്ക് സ്റ്റാമ്പ് ശേഖരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ട്, പലതരം ഹോബീസ് ഉണ്ട്. ഇങ്ങനെ വിൻറ്റേജ് കാറുകൾ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ കൂട്ടിയിരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യം കാണുകയാണ്. എന്തായാലും രഞ്ജിത്ത് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം ഓരോ കളറിലെല്ലാം ഇങ്ങനെ അടുക്കി ഭയങ്കര കാഴ്ചകളിലേക്ക് പോവാം. ഇത് വീടാണ്, വീടല്ല, വീടിന് മുറ്റത്ത് കിടക്കുന്ന 2 വിന്റേജ് കാറുകൾ ഇപ്പൊ കൊണ്ടുവച്ചാണ് അല്ല ഈ വീടിന്റെ വീട്. അതെ, ഈ 2 വശങ്ങളിലായിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ടോ? ഈ പാർക്കിംഗ് ഏരിയ നിറയെ കാറുകൾ ഇങ്ങനെ അടുക്കി നിരത്തി വെച്ചേക്കാണ്. ഇതാണ് ശരത് കുമാർ, വൈഫിന്റെ പേര് പവിത്ര എന്നാണ്. ഇങ്ങനെ ഒരു പേര് ആദ്യമായിട്ട് കേട്ടോ. പിഞ്ചു എന്നുള്ള പേരൊക്കെ പോലെ ഇത് നമ്മുടെ അമ്മ. അത് അവിടെ വിന്റേജ് കാറുകളുടെ ഒരു ശേഖരം എന്ന് പറഞ്ഞ ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിയിട്ട് വന്നതാണ്. അപ്പൊ വീട്ടിലുള്ളവരുടെ ഞെട്ടലിന്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് അറിയുന്നില്ലോ. തീർച്ചയായിട്ടും ഇനിഷ്യലി നമുക്ക് ഇതേമാതിരി ഞെട്ടലായിരുന്നു ചേട്ടൻ ഇത് തുടങ്ങിയപ്പോ. അതെ, ആദ്യം നമ്മൾക്ക് ഒരു എന്താണ് എങ്ങനെയാവും അറിയില്ലായിരുന്നു. ബട്ട് ഗ്രാജുവലി നമ്മളും അതോട് യൂസ്ഡ് ആയി. എങ്ങനെയാണ് ഇപ്പോഴും ആ ഒരു എന്താ പറയാ വണ്ടിയോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമ്മളിലേക്കും കൂടെ വേണ്ടി വന്നു വേണം പറയാൻ. എങ്കിലും ഞാൻ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുള്ളിക്ക് കൊച്ചിലെ മുതലേ ഈ ചെറിയ ടോയ്സ് വാങ്ങുമ്പോൾ പോലും ഈ പഴയ വണ്ടികൾ ചൂസ് ചെയ്യും. അന്നും പുതിയ വണ്ടികളുണ്ട്, അതുകൊണ്ടാണെങ്കിൽ പുള്ളിക്ക് പഴയ മോറിസ് മൈനർ അങ്ങനത്തെ ഒരു വിന്റേജിനോടുള്ള താല്പര്യം കുഞ്ഞിലെ മുതലേ ഉണ്ട്. ആൻഡ് മോർ ഓവർ ഗ്രാൻഡ് ഫാദറിന് ഒരു വണ്ടി ഉണ്ടായിരുന്നു, സോ മോറിസ് മൈനർ. അത് എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാം വേറെ വണ്ടി അംബാസഡർ ഉള്ളപ്പോൾ അതിൽ കയറി പോകുമ്പോഴും ഹീ യൂസ് ടു പ്രിഫർ ആ ഒരു വണ്ടിയോടുള്ള ഇൻട്രസ്റ്റ് കാണാൻ നമുക്ക് അപ്പോഴും പോയി അതിനോട് ചേർന്ന് നിൽക്കുക. ഫോട്ടോസിൽ പോലും ഐ സ്റ്റിൽ ബിലീവ് അതിനോടൊപ്പം അമ്മ ഇവിടെ ചിരിക്കുന്നുണ്ട്. അതിന് ഭയങ്കര ക്രൈസാ കാറിനോട്. സത്യമാണ്, കൊച്ചിലെ കളിച്ചോണ്ട് ഇങ്ങനെ കാറിട്ട് താഴെ ഇങ്ങനെ കിടന്ന് കളിക്കും. അപ്പൊ ചെറിയ ഓട്ടോകളിലൊക്കെ ഇങ്ങനെ ചാടിച്ചൊക്കെ കളിക്കും. ഒരു ദിവസം എന്റെ കാല് ചവിട്ടി ഒരു കാറ് പോയി, അവന്റെ ചതഞ്ഞു. അവന് ഭയങ്കര സങ്കടമായിരുന്നു. അത് ഞാൻ എന്നും ഓർക്കും. ആദ്യം ഇങ്ങനെ വലിയ കാറുകൾ, അതായത് ഒറിജിനൽ ഓടുന്ന കാറുകൾ ഇങ്ങനെ ക്രേസ് ആയിട്ട് മേടിച്ചോണ്ട് വന്നപ്പോ എന്താ തോന്നിയത് അമ്മയ്ക്ക്? എനിക്ക് തോന്നി, ഞാൻ ചോദിക്കാറുണ്ട് എന്തിനാടാ ഇങ്ങനെ നീ ഇതൊക്കെ വാങ്ങിച്ചു വെറുതെ അങ്ങനെ ഇങ്ങനെ പൈസ കളയുന്നേ. പക്ഷേ
പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അപ്പൊ അവൻ പറയുന്ന മമ്മി ഒരിക്കൽ തിരിച്ചിത് പറയും എന്നോട് പറഞ്ഞു. അതാ ഞാനിപ്പോ പറയാൻ വന്നത്. എന്താ സംഭവം എന്ന് വെച്ചാല് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് കണ്ടു. അപ്പം ആദ്യം ഇവരുടെ വേറൊരു വീടുണ്ട്, അവിടെ കുറെ കളക്ഷൻ ഉണ്ട്, അത് നമ്മൾ കാണിക്കും. അപ്പം അവിടെ നിന്ന് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ അതൊന്നല്ല, ആ കളക്ഷനൊക്കെ വീട്ടിൽ എപ്പുറത്തെ വീട്ടിലാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയില്ലത് കുറേ കാറുകളുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന അമ്മയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തു. ഇനി നമുക്ക് വണ്ടികൾ കണ്ടിട്ട് വരാം, ഓരോ വണ്ടികളും നമുക്ക് കണ്ട് ഒന്ന് ഇതായിട്ട് വരാം അല്ലേ. അതെ അതെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാണിച്ചിരുന്ന വണ്ടി. ഓസ്റ്റിൻ കാറ്റഗറിയിൽ 7 വണ്ടികളുണ്ടല്ലോ മൊത്തം. 1930s 1931 33 ആണ്. അതല്ലേ? അതെ. ഓക്കെ, നമ്മൾ ഈ കാറുകളൊക്കെ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ വിന്റേജ് കാർ അല്ലെങ്കിൽ പ്രദർശനങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പാടുന്നൊന്നും കൂടെ ഉണ്ടല്ലേ? അതെ, ഇപ്പൊ പുതിയ റൂൾസ് വന്നത് കാരണം. അതെ അതെ അതെ. എന്തായാലും ഇത് റണ്ണിങ് കണ്ടീഷൻ ആണോ ശരിക്കും? എല്ലാം എഞ്ചിൻ ഡീറ്റെയിൽഡ് എല്ലാം കറക്റ്റ് ആയിട്ട് 1 ടൈം ടാക്സ് വരെ പേ ചെയ്ത് ഇരിക്കുകയാണ്. അതെ, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് കുറച്ച് പാട്. അതിന് വേണ്ടിയിട്ടും പുള്ളി അതും വിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ആളുണ്ട്. സാധാരണക്കാരനായ ഒരാൾക്ക് ഇങ്ങനെ ഒരു പാഷൻ കൊണ്ടു നടക്കാൻ വലിയ പാടായിരിക്കും. ഇത് കുറച്ച് കാശിലുള്ള റിപ്പീറ്റിംഗ്. ഇതിനകത്ത് മോർ ഓവർ പൈസ പാഷനാണ്. ആ വണ്ടിയോടുള്ള സ്നേഹം നമ്മളെക്കാട്ടിലും പുള്ളിയെക്കാട്ടിലും പുള്ളി ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ. വണ്ടി ഒരു പീസ് ഡീറ്റെയിൽഡ് ഓരോന്ന് ചോദിച്ചാലും അറിയാം ഇത് എവിടെ വെച്ചു. സംടൈംസ് എന്തെങ്കിലും റിപ്പയർ ഊരി കഴിയുമ്പോൾ അമ്മയോട് ചോദിക്കും ഇത് അന്ന് ഊരി നമ്മൾ അവിടെ അല്ലേ വെച്ച്. ഈ റിമെമ്പർ എവറിത്തിങ്, ഈച്ച് ആൻഡ് എവറി പിഞ്ച്. ഓ, നമ്മള് ശരിക്കും പറഞ്ഞാൽ രഞ്ജിത്തേട്ടനെ ഇതിനകത്ത് മിസ് ചെയ്യുന്നുണ്ടല്ലേ? സീരിയസ്ലി. അല്ല, ഞങ്ങളൊന്ന് ചോദിച്ചായിരുന്നു നിങ്ങൾ വന്നിട്ട് നമ്മളിത് ചെയ്യാം. ഓ, അത് കുഴപ്പമില്ല, വീട്ടിലോട്ട് പോയിട്ട് അനിയന്റെ കൂടെ നിങ്ങളിത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞു. ഈ കാറിന്റെ ഉൾഭാഗം കാണാം കേട്ടോ. ഇതുണ്ടോ ഫ്രണ്ടിലാ ഇങ്ങനത്തെ ഡോറുകളുള്ള വണ്ടികളില്ലേ ഇങ്ങനെ തുറന്നിറങ്ങുന്നത്? അതെ. സീറ്റിംഗ് ഉണ്ട്. ഇത് 5 സീറ്റർ ആയിരുന്നു 4 സീറ്റർ ആയിരുന്നു അറിയത്തില്ല കേട്ടോ. ലെതറാണ് കേട്ടോ ഇത്. തന്നെ ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടിപൊളി. ഇത് ഫോർഡ് അല്ലേ? പഴയ നല്ല സുന്ദരം കളറ്. ഇതൊക്കെ നമ്മള് വളരെ ഫെമിലിയറാ, സിനിമയിലൊക്കെ കണ്ടല്ലേ മിഞ്ചു? എനിക്കിത് കണ്ടുമ്പോ നമ്മുടെ കരളിന്റെ കരള് അതുപോലല്ലേ. ഓസ്റ്റിന്റെ അതിന് മുമ്പുള്ള ഒരു പഴയ കാറാണ് അല്ലേ? ഓസ്റ്റിൻ 7. ഇത് ഓസ്റ്റിൻ 7. അതെ, അത് ഓസ്റ്റിൻ 8. ഇത് ഓസ്റ്റിൻ 7. ഇത് ഓസ്റ്റിൻ 7, ഇത് 8, അത് 7. ഇത് രണ്ട് സെയിം ആണല്ലേ? 7 ഇടയ്ക്ക് ഒരു 8. ഇതിന്റെ എല്ലാം കളേഴ്സ് അതെ അല്ലേ? ടയറുകളൊക്കെ ഉണ്ടല്ലേ? ഇംഗ്ലണ്ട് വെഹിക്കിൾ അല്ലേ? ഇംഗ്ലണ്ട് വെഹിക്കിളാണ്. ഇതിനകത്ത് വീൽ കപ്പ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ വളരെ ഭംഗിയുണ്ട്. ഈ ലിവറിലാണല്ലോ ഓപ്പൺ സ്റ്റാർട്ടിങ്. ഇതിന്റെ കാർബറേറ്റർ എല്ലാം വരുന്നത് ഫ്രണ്ടിൽ ഇതിലാണ്. നമ്മൾ ആദ്യം ഹീറ്റ് ചെയ്യും. നമ്മളിപ്പം ഓട്ടോമാറ്റിക് എല്ലാ എഞ്ചിനിലെ ഹീറ്റർ വരുന്നത് കാരണം ഇത് ഫ്രണ്ടിൽ തന്നെ ആദ്യം ഒന്ന് കറക്കുക, റൈറ്റ് ആ സൈഡിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയായിരിക്കും. ഇപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരും. അത് കാരണം കൂടുതലാണ് പണി. നമ്മൾ ഓടാതെ കിടക്കുന്നിടത്തോളം പണി കൂടുതലാണ്. ഇപ്പൊ ഈ കാറുകളുടെ മെയിൻ്റെനൻസിന് വേണ്ടി 2 മെക്കാനിക് ഇവിടെ 3 പേര് ഓൾറെഡി ഉണ്ട്. ഒരു വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ വണ്ടി അവിടെ എടുത്തിട്ട് പോകും, അത് അവിടെ ഇട്ട് കൊണ്ടുവരും. അതെ, ഇപ്പൊ കോവിഡ് കുറച്ച് ഡിലേ ചെയ്യുന്നുണ്ട്. മോറിസ് മൈനർ, പിന്നെ ഹിന്ദുസ്ഥാൻ 14. ഇത് നമ്മുടെ ഇന്ത്യൻ വണ്ടിയാണ്. ഹിന്ദുസ്ഥാൻ ഇന്ത്യൻ വെഹിക്കിൾ ആണ്. ബാക്കിയെല്ലാം ഫോറിൻ ആണ്. ആകെയുള്ള ഇന്ത്യൻ. ഇതിന്റെ എംബ്ലം ഒക്കെ ശരിക്കും കാണുമ്പോൾ മോറിസിനോട് ഒരു സാമ്യമുണ്ട്. ഒരാൾ ഈ വീട്ടിലോട്ട് കയറി വരുമ്പോൾ എന്തായാലും ഞെട്ടുന്നുള്ള ഒരു സംശയമില്ല. ആളുകൾക്ക് എന്ത് ഇവിടെ ഫോർച്യൂണറും ബെൻസും കിടന്നാൽ പോലും അല്ലല്ല, ഇത് നമ്മൾ കാണാതെ നമ്മൾക്ക് റോഡിലിറങ്ങി എവിടെന്നേലും ഒന്ന് കാണാം. പക്ഷെ ഇതല്ലല്ലോ. ഏതോ നാട്ടിലെ ഏതോ മുതലാളിമാര് ഓടിച്ചോണ്ട് നടന്ന വണ്ടികളായിരിക്കില്ലേ അന്നത്തെ കാലത്തല്ലേ? ഓസ്റ്റിൻ A30 കുറച്ചുകൂടെ പരിഷ്കരിച്ച രൂപമാണ്. പടുത കിട്ടിയ നിന്ന് മാറിയിട്ടുള്ള സംഭവം. ഓക്കെ ഓക്കെ, ഇതിനൊന്ന് കറങ്ങട്ടെ. കളിപ്പാട്ടം പോലെയൊക്കെ തോന്നും ഈ കാറുകളൊക്കെ അല്ലേ? ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരും നമ്മുടെ വെസ്പ ഇല്ലേ, ഇപ്പത്തെ പുതിയ വെസ്പയുടെ ഒരു സാമ്യമുണ്ട് കേട്ടോ. ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ സീറ്റിംഗ് ഉണ്ടല്ലേ, നമ്മുടെ ചെറിയ ബാറ്ററി കാർ പോലെയൊക്കെ ഉണ്ട്. എനിക്കിത് കാണുമ്പോൾ നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മള് കാറുകൾ വരയ്ക്കില്ലേ, അപ്പൊ ഇതൊക്കെയല്ലേ നമ്മളിങ്ങനെ റൗണ്ട് ഇതാക്കി കാർട്ടൂൺ കാറുകളൊക്കെ ഇങ്ങനെയാ. അതെ അതെ, മോറിസൈറ്റ് 1940 എനിക്ക് നമ്മുടെ ഇൻഡിപെൻഡൻസ് തൊട്ട് 1950 ആണ്. ഒരു തവളയോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള നിർമ്മാണം. നല്ല രസമുണ്ടല്ലേ? ഇതൊക്കെ പഴയ സിനിമകളിൽ എന്തോരും സിനിമയാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ
കാരണം ഇവിടെ ഡ്രൈവർ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ഫ്രെയിം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് നല്ല പരിചയമുണ്ട് ഏകദേശം ഇതിന്റെയൊക്കെ ഒരു. ഇവിടെയുള്ള ഏകദേശം എല്ലാ വണ്ടികളും തന്നെ നമ്മൾ ഇത്ര കാറുകളൊക്കെ ഉണ്ടല്ലോ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ ഒരു ഷേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഓർമ്മയുണ്ടോ? ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേറെ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു രീതി തന്നെ വഴി കൂടെ ഓടിച്ചോണ്ട് പോയിട്ട് പോകുന്നതായിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോഴാണേലും കേറിയിരുന്നോ, കുലുക്കി തരാം. സർബത്ത മോഡൽ എ. ഓ, ഇവനൊരു രാജകീയനാണല്ലോ. റോയലാണ്. റോയലാണ് ലാലേട്ടന്റെ ഒരു ചെരുവൊക്കെ. അതെ അതെ, ഞാൻ വരുമ്പോഴും പറഞ്ഞു ഒരു ചെരുവുണ്ട്. ഒരു ആന്റിക് പീസ് ആണ്, 1929 ആണ്. ഒരുപാട് പഴയ വണ്ടിയാണ്. റൈഡ് പോയാലോ ചായ? എന്തൊരു സജ്ജീകരണം നോക്കി, ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കി. മീറ്റർ ബോക്സ്, ഗിയർ ലിവർ. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള. ഇത് രാജകീയമായിട്ട് ഇരുന്ന് പോകാനുള്ള ഒരു സംഭവം തന്നെ അല്ലേ? ഈ പടുതയെ കെട്ടി ഇതെല്ലാം പഴയത് തന്നെയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അന്നത്തെ ഫാൻസി നമ്പർ റോയൽ ആയതുകൊണ്ടായിരിക്കും. ഓസ്റ്റിൻ റൂബി. ഒരാൾ ഇവിടെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യുന്നുണ്ട്. എന്റെ പാഷൻ അത്ര ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ നല്ല ടെക്സ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ചേട്ടനായി പോയി, ചേട്ടൻ്റെ കാർ വരട്ടെ എന്നുള്ള രീതിയിലാണ്. ഇത് ചെറിയൊരു ഭാഗം, ഇത് നന്നാക്കി കൊണ്ടുവച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് 43 വെഹിക്കിൾസ് ഉണ്ട്. 43 അതിൽ 10-12 മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി കാറുകൾ മാത്രം 43. പിന്നെ പഴയ യമഹ 350, രാജദൂത്, SB, ആ ഒരു കളക്ഷൻ. പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു നിസാന്റെ ഒരു വണ്ടി കിടപ്പുണ്ട്. എല്ലാം നമ്മൾ കാണിക്കും. ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇത് കാണാൻ പറ്റില്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഭയങ്കര സർപ്രൈസാണ്, ഭയങ്കര കൃതാർത്ഥന. ഇതൊക്കെ ഇനി കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലല്ലോ. ഈ കാറുകളിൽ ഏറ്റവും കൊണ്ടുവരാനായിട്ട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഏറ്റവും ദൂരെ നിന്ന് കൊണ്ടുവന്ന കാർ ഏതാ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥകൾ എല്ലാ വണ്ടികളും വരുന്നത് നല്ല കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം ഓരോ ബോർഡറും ക്രോസ് ചെയ്ത് വരണ്ടേ. മീൻസ് കേരള, തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട്, അതിന് മുമ്പാണ് കർണാടക, അതിന് മുമ്പാണ് അടുത്ത്. ഓരോ സ്റ്റേറ്റിൽ നിന്നും കയറി വരുമ്പോൾ ആ ബോർഡറിൽ ഒരു വിൻറ്റേജ് വെഹിക്കിൾ കൊണ്ടുവരുന്നതിന് ഒരു ഫോർമാലിറ്റി ഉണ്ട്. സോ അതിനും എനിക്ക് തോന്നുന്നു ബ്രദറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എക്സ് സർവീസ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഈ പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളുള്ളവർ. ഇതെല്ലാം കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്ത് തന്നെ കൊണ്ടുവരും. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അല്ലാതെ ഒന്നും അങ്ങനെ ഒരു ഷോർട്ട് കട്ടിലൂടെ കൊണ്ടുവരുന്ന പരിപാടികളില്ല. അതും കണ്ടെയ്നറിൽ കാണാവുന്ന രീതിയിൽ തന്നെ ട്രെയിലറിൽ പുള്ളി ചെയ്തിട്ടാണ് ഓരോ വണ്ടികളും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇനി ഒരു ഗ്യാരേജ് ഉണ്ട്. ഈ ഗ്യാരേജിലാണ് പഴയ പുലികളൊക്കെ കിടക്കുന്നത്. ഇവരെയൊക്കെ പൊടി തട്ടി എടുത്തിട്ട് നന്നാക്കി എടുത്തിട്ടാണ് അവിടെ കൊണ്ടിടുന്നത്. അപ്പോൾ മൊത്തം കഴിഞ്ഞിട്ടില്ല, കുറേ സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. വില്ലാളി വീരന്മാർ, പഴയ കുറേ കുടുംബമാണ്, കുടുംബത്തിനോട് ചേർന്നുള്ള ഗ്യാരേജ്. നിങ്ങളുടെ കുടുംബം സ്ഥലം. പണ്ട് റോഡ് കീഴടക്കി നടന്ന പല രാജാക്കന്മാരും അന്ത്യവിശ്രമമൊക്കെ ഉള്ളത് ഇവിടെയാണ്. ഇവരെ ഇനി പൊടി തട്ടി എടുത്തിട്ട് വേണം അവിടെ കൊണ്ട് വെക്കാനായിട്ട്. ഈ ഗ്യാരേജ് കാണുമ്പോൾ ചെറുതാന്ന് വിചാരിക്കണ്ട, അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ കിടക്കുന്നത്. കാളവണ്ടി വരെയുണ്ട്. ഇനി വേറൊരു അമ്പലം കാണാം. ഞാൻ ഇത് കണ്ടിട്ടാണ് അതിശയിച്ചു. ഇത് സിനിമ കാണുമ്പോൾ പക്ഷെ നമുക്ക് അത്ര തോന്നിയല്ലോ കേട്ടോ. ഇതാണ് ഇമ്പാല. പണ്ട് നമ്മുടെ സിനിമയിലൊക്കെ അല്ലേ, പ്രേം നസീർ. ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കണ്ട ഇത് എന്തൊരു വലിപ്പമാണെന്ന് അറിയാം. ഇതിനകത്ത് ഗോപ്രയെ കാണുമ്പോ എത്രത്തോളം ഇത് വലിപ്പം പിടികിട്ടുമെന്ന് അറിയത്തില്ല. വലിയൊരു കപ്പൽ പോലെ ഇത് പൊന്തിക്കണമെങ്കിൽ വേണ്ടേ നാലാള്? ഇത് അത്ര വീട്ടിലുള്ള സംഭവം എനിക്ക് തോന്നുന്നു അല്ലേ? അയ്യോ, ഒരു മിനി ലോറിയുടെ വലിപ്പം ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർ ഇമ്പാലയ്ക്ക്. പഴയ കാലത്തെ ലക്ഷറി വെഹിക്കിൾ തന്നെയാണ്. അന്ന് ഇത്തിരി കൂടെ സേഫ്റ്റിക്ക് ഈ എയർ ബാഗ് ഒന്നും ഇല്ലാത്ത കാരണം വണ്ടി അതാണ് ലെങ്തി ആക്കുന്നത്. ക്രംബിൾ സോൺ ഓപ്പൺ ചെയ്യാൻ സ്ഥലം ലോക്ക്ഡ് ആണ്, അതുകൊണ്ടാണ് തുറക്കാൻ പറ്റാത്തത്. ഇത് അല്ലെങ്കിലും ഒരാൾ പിടിച്ചാലൊന്നും കിട്ടത്തില്ല, അത്രയ്ക്ക് വലിപ്പമുള്ളതാണ്. ഇതൊക്കെ പഴയ പടക്കുതിരിയാണ് ഇപ്പോഴെല്ലാം അറിയുന്നത്. ഇതിന്റെ ഉൾഭാഗം ഉണ്ടോ? ഒരു സീറ്റേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇളക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാ സ്പേഷ്യസാ. പക്ഷെ ഇത് എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. ബാലൻ ഗെയിം ആർക്കൊക്കെ ആണെങ്കിൽ 5 നായിമാരെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഡിക്കി സ്പേസ്. എന്തൊരു
അയ്യോ, ഇവിടെ എത്ര പേർ കറക്കം എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗോപ്രോയിൽ ഇതിന്റെ യഥാർത്ഥ വിഷ്വല് തെളിവാകുന്ന രീതിയിലുള്ള അല്ല. ഇതൊക്കെ ലോക്കാണോ? എന്റെ പൊന്നടാവേ, ഇത് ഭയങ്കര ഒരു ഡിക്കി സ്പേസ് ആണ് കേട്ടോ. ശരിക്കും വലിയൊരു ഡബിൾ കോട്ട് ബെഡിന്റെ അത്രയുണ്ട്. ടാർക്ക് റോഡിന്റെ വീതി ഉണ്ട് ഈ വണ്ടിക്ക്. അതെ, ഈ സൈഡൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ഇറച്ചി നിൽക്കും പുറത്തോട്ടേക്ക്. ഈ കിടക്കുന്ന സാറാണ് നിസാൻ ജോങ്ക എന്ന് പറയുന്ന വണ്ടി. എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. ഇപ്പൊ റഫറൻസ് ബുക്ക് നോക്കിയിട്ടാണ് കിട്ടിയത്. 70 മോഡൽ വണ്ടിയാണ്. ഭയങ്കര ഹൈറ്റ് ആട്ടോ അല്ലേ? നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഓഫ് റോഡിനൊക്കെ പറ്റിയ സാധനമായിരുന്നു അല്ലേ? ഓ പഴയ പുലികളാട്ടോ. ഇതിലേക്കടൊക്കെ കേറി മേഞ്ഞ മുതലായിരിക്കും ആ കിടക്കുന്നതൊക്കെ. ഇനി വേറൊരു പുലിക്കുട്ടിയാണ് കാണാൻ പോകുന്നത്. ഇദ്ദേഹമല്ല, ഇദ്ദേഹം നമ്മുടെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞ് കയറി കിടക്കുന്നതാണ്. കുഴപ്പമില്ല. ആ കിടക്കുന്ന മുതലേ കണ്ടോ, 2ാം ലോക മഹായുദ്ധ കാലത്ത് നിസാൻ 1 ടൺ. അത് എന്തിനു ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നു? വാട്ടർ ആളുകൾക്ക് കൊടുക്കാനും തുടങ്ങിയ കാര്യങ്ങൾക്കും ഇത് ഫ്യൂവൽ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. യുദ്ധത്തിന്റെ ഇടയിലേക്ക് പോകുന്ന ഒരു വാഗണാണ്. അപ്പൊ അവിടെ സംടൈംസ് വെള്ളം അല്ലെങ്കിൽ ചില സമയത്ത് പെട്രോൾ ഫ്യൂൽ ആ സമയത്ത് ഏതാണോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് അവിടെ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ കോർപ്പറേഷൻ വണ്ടി പോലെ. പക്ഷേ യുദ്ധത്തിനടയ്ക്കാന്ന് മാത്രം. അതുകൊണ്ട് ഞങ്ങൾ ഇവനെ ടാങ്കർ എന്ന് വിളിക്കും. വളരെ കുറവേ ഉള്ളൂ. ഓൾമോസ്റ്റ് 5 to 7 വെഹിക്കിൾസേ ഉള്ളൂ. ആകെ 5 മുതൽ 7 വരെയുള്ള വണ്ടികളെ ഇത് ഇറങ്ങിയിട്ടുള്ളൂ, നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ? ലിമിറ്റഡ് എഡിഷൻ ആണ്. ഡിസ്പ്ലേ പീസ് കിട്ടില്ല. അതുകൊണ്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് റെസ്റ്റിലാണ്. നല്ല റെസ്റ്റും ഉണ്ട് അല്ലേ? ഇപ്പൊ യുദ്ധമൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ പുള്ളി കട്ടപ്പുറത്തായി. ഇത് മനുഷ്യനായിരുന്നെങ്കിൽ ഇപ്പൊ എന്തോരും കഥകൾ പറഞ്ഞല്ലേ, പട്ടാളക്കാരുടെ കഥകൾ പോലെ അല്ലേ? പണ്ട് ഞാൻ 1983 കണാരനായല്ലേ? അതെ അതെ. ഇനി വേറൊരു മുതലുണ്ട്. ഇതാണ്, ഇത് വില്ലിസ് വാഗൺ അല്ലേ? 1961. എന്തായിരുന്നു ഇത്? ഒരു രാജകീയ വാഹനമാണ് ഇതും. അതെ, ഇതൊരു ലക്ഷറി നമ്മുടെ പഴയ ഇപ്പോഴത്തെ എന്താ പറയാ വലിയ കണ്ടെയ്നർ പോലെ തന്നെ മീൻസ് വലിയൊരു 10-12 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു മോഡൽ. നമ്മുടെ ഇപ്പോഴത്തെ ട്രാവലർ. ബട്ട് ഇറ്റ്സ് എ വെരി റയർ വൺ. റയർ ആണല്ലേ? വളരെ റയർ ആണ്. വില്ലിസിന്റെ ജീപ്പാണ് ഇറക്കിയിട്ടുള്ളത്. വില്ലിസിന്റെ ജീപ്പ് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു മോഡൽ, ഈ വാഗൺ മോഡൽ ഇറക്കിയേക്കുന്ന വളരെ റയർ ആയിട്ടുള്ള കുറച്ച് മോഡൽസ് വണ്ടി ഇറക്കിയിട്ടുള്ളവരും. ഇത് നമ്മുടെ അംബാസഡർ കാറാണ്. അംബാസഡറിന്റെ OHV ഓവർഹെഡ് വാൽവ് കാറാണ്. നമുക്കിത് പേരറിയില്ല കേട്ടോ, നമ്മളൊക്കെ ചോദിച്ച് പഠിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നമ്മുടെ ഇറ്റാലിയൻ ഇറ്റാലിയൻ ഫിയറ്റ്. ഇറ്റാലിയൻ ഫിയറ്റ്. ഓക്കെ, അംബാസഡറിന് ഉണ്ടായ ഒരു കുട്ടി മിനി അംബാസഡർ. അത് അംബാസഡർ. റോട്ടിൽ കൂടെ പോയ പല വമ്പന്മാരും ഇവിടെ നിൽക്കുമ്പോ എയറിലൂടെ സഞ്ചരിച്ച പല്ലക്ക് വരെ കേട്ടോ ഇവിടെ. ഇത് പഴയ ട്രാവൻകൂർ പല്ലക്കാണ് അല്ലേ? ട്രാവൻകൂർ ഉപയോഗിച്ചോണ്ടിരുന്ന. ഓ, അപ്പൊ രാജാക്കന്മാരൊക്കെ കയറി വളരെ ആന്റിക് ആയ ഒരു പീസാണ്. റാണി പല്ലക്ക്. റാണി കൊണ്ടുപോകാൻ യൂസ് ചെയ്തോണ്ടിരുന്നത്. എത്ര സുന്ദരിമാരുടെ പാദങ്ങൾ പറഞ്ഞ പടിയാണ് പറഞ്ഞ് ചുംബിക്കുന്നത് പോലെ കയറിയിരുന്നാലോ. ഇതൊക്കെ വളരെ റെയർ കാഴ്ചകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മഞ്ചല് കാണുന്നത് കേട്ടോ. മഞ്ചലല്ല, പല്ലക്ക് അല്ലേ? പല്ലക്ക് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത് ഓസ്റ്റിൻ 8 വെർഷൻ അല്ലേ? അതെ, ഏറ്റവും ദൂരത്തു നിന്ന് കൊണ്ടുവന്നതാണ്. കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് സ്കെൽറ്റൺ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇവിടെ ടയർ വയ്ക്കും അല്ലേ? സ്റ്റെപ്പിനി ഇവിടെ വയ്ക്കും. അത്യാവശ്യം ഡിക്കി സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മള് വിൻഭാഗമാണല്ലേ ആദ്യം കാണിച്ചേ, ഇനി ഉമ്മറം കാണാം. ഇതിന്റെ പണി നടന്നോണ്ടിരിക്കട്ടോ, പെയിന്റിംഗ് വർക്കുകളൊക്കെ നടന്നോണ്ടിരിക്കണം. അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് അവൻ ഏറ്റവും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന മഹാൻ. ഇത് നമ്മൾ അവിടെ കാണാത്ത കൂട്ട് കുറച്ച് കളക്ഷൻസ് ആണ്. ഇത് ഹെറാൾഡ്, റെഡ് ഹെറാൾഡ്. അടിപൊളി. ഇതൊക്കെ എവിടുന്നതാണ്? ഇതെല്ലാം മഹാരാഷ്ട്ര, UP ടുവേർഡ്സ് വെസ്റ്റ് ബംഗാൾ ആ ഒരു ഏരിയ ആണ്. ഈ വിന്റേജുകളുടെ മാക്സിമം കളക്ഷൻസ് അവിടെ ഉള്ളവരാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും. പിന്നെ ഇപ്പൊ നമ്മുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാട്ടോ മാരുതി 800ന്റെ ഏറ്റവും ആദ്യത്തെ വേർഷനാണ് ഈ കിടക്കുന്നത്. ഇത് പ്രീമിയർ പത്മിനി കിടപ്പുണ്ട്. ഇത് അങ്ങോട്ടൊരു കാളവണ്ടി കിടപ്പുണ്ട് അല്ലേ? കാളവണ്ടി കിടപ്പുണ്ട്. പിന്നെ അവിടെ ബെൻസ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ആകെ ഓസ്റ്റിൻ A40. ഓസ്റ്റിൻ തന്നെ 13
ഓസ്റ്റിന്റെ 13ഓളം കാറുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇത്രത്തോളം ഓസ്റ്റിന്റെ കളക്ഷൻ ഉള്ള ഒരു ഓസ്റ്റിന്റെ കമ്പനി പോലും ഉണ്ടാകുമ്പോൾ ഇവിടെ കിടക്കല്ലേ. ഈ കാർ ജെയിംസ് ബോണ്ടിന്റെ കയ്യിൽ പോലും ഇല്ല, ഇത് എന്റെ കയ്യിൽ ഇരിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ. 43ഓളം കാറുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മളെ കണ്ടിട്ടുള്ളതും ഇതുവരെ കാണാത്തതുമായിട്ടുള്ള ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇത് ഒരു യൂണീക്ക് കളക്ഷൻ തന്നെയാണ്. ഇങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാക്കിയെടുത്തതിൽ രഞ്ജിത്തേട്ടന് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് അല്ലേ ബിജു? കാറുകളുടെ കൂട്ടത്തിൽ നമ്മളവിടെ അത് പല്ലക്ക് കണ്ടു. പല്ലക്കിന്റെ കൂട്ടത്തിൽ ഇതാ ഒരു വേറൊരു കുതിരവണ്ടി ഉണ്ട്. കുതിരയില്ലാത്തൊരു ഭാഗം മാത്രമേ ഉണ്ട്. പിന്നെ അപ്പുറത്തെ കാളവണ്ടി ഉണ്ട്. ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് കൂടെ വരാമോ? തീർച്ചയായിട്ടും. യെസ്, ഓൾവേസ് വെൽക്കം. കാറിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കും ഈ വണ്ടി പ്രേമികളായിട്ടുള്ള പഴയ വണ്ടികളോട് ഭ്രാന്തുള്ള ഒരുപാട് പേരുണ്ടാവില്ലേ? ഭ്രാന്തെന്നല്ല കേട്ടോ, ക്രൈസ്. അല്ല, അത് നമ്മൾ സ്നേഹത്തോടെ വണ്ടി ഭ്രാന്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറയുന്നുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാൻ പഠിക്കാം അല്ലേ? വർക്കിംഗ് കണ്ടീഷൻ അല്ല, ഇപ്പം നിയമമൊക്കെ മാറിയിട്ട് നമുക്ക് റോഡിലൂടെ ഒന്ന് ഓടിച്ചുകൊണ്ട് നടക്കാൻ എന്തായാലും പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞാണ്. അപ്പം ഇങ്ങനെ പ്രദർശനത്തിനൊക്കെ ഡിസ്പ്ലേ മാത്രമായിട്ട് പിന്നെ സിനിമ പോലുള്ള എന്തെങ്കിലും വന്നാൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊന്നും സിനിമ ഇതുവരെ കൊടുത്തിട്ടില്ല, ഒക്കെ പുതുമുഖങ്ങളാണ്. അപ്പം സംവിധായകന്മാർക്ക് വേണേൽ കൊടുക്കും തീർച്ചയായിട്ടും. അപ്പം ഈ ഇതിന്റെ പ്രധാന വണ്ടിപ്രാന്തനായ രഞ്ജിത്തേട്ടന്റെ അഭാവത്തിൽ വണ്ടികളെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മൂപ്പര് പറഞ്ഞു തന്നു കേട്ടോ. ആര്? നമ്മുടെ ഡയറക്ടറോ? താങ്ക്സ് കേട്ടോ. ഇത് നിങ്ങൾക്ക് തീരെ കുറച്ചറിയൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. റെഫറൻസ് ഉണ്ട്. മുല്ലപ്പൂവും കൂടി ഏറ്റ് കിടക്കും. പക്ഷെ എല്ലാ വണ്ടിനെ കുറിച്ച് അമ്മയ്ക്ക് കറക്റ്റ് ആയിട്ട് അതെ, അത് എന്തായാലും ഇതൊരു എന്താ പറയാ കൗതുകമുള്ള കാര്യമാണ്. ഒരാളുടെ പുറകിൽ ബാക്കി എല്ലാരും കൂടെ അതിനകത്തോട്ട് വരുന്നോന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതെ അതെ, അപ്പൊ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി, ഉഷാറായിട്ടുണ്ടോ? പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വണ്ടികളുടെ ഒരു കളക്ഷൻ കാണുന്നത്. വണ്ടികളൊക്കെ ഉണ്ടെന്ന് അവിടെ ഒളിച്ചു തന്നു. ചേട്ടന്റെ പേര് കുഞ്ഞുമോൻ ചേട്ടൻ. എന്റെ അമ്മ ഇത്രയും താങ്ക് യു. അപ്പൊ എന്തായാലും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ പോലും കണ്ടിട്ടില്ല. ഞാൻ പോലും എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മിക്കവാറും വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ റയറായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് പ്ലിമത്ത് പോലെയുള്ള വണ്ടികൾ, പ്ലിമത്ത്, കാളവണ്ടി, കുതിരവണ്ടി എല്ലാം ഉണ്ട്. പിന്നെ ഇമ്പാല കിടക്കണ ഉറപ്പുണ്ട്, അവിടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ. അപ്പോൾ താങ്ക്സ് കേട്ടോ രഞ്ജിത്തേട്ടാ, താങ്ക്സ്. നമ്മൾ നാട്ടിൽ വരുമ്പോൾ കാണണം, എന്തായാലും തീർച്ചയായിട്ടും കാണും. നമ്മുടെ ഷനോയ് സാറിനും ഡോണ ചേച്ചിക്കും ഒരു ചാനലുണ്ട്, കുക്കിംഗ് ഫാക്ടറി എന്നാണ് പേര്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള പല കാഴ്ചകളും അവരതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിൽ നിന്ന് കയറി കാണാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ബിഞ്ചു? പിന്നെ കമോൺ സപ്പോർട്ട് ചെയ്യാം. പിന്നെ കമോൺ എവരിബഡിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺ, പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ കൊടുത്തേ, ബൈ.